നമസ്കാരം. നിങ്ങൾ എല്ലാവരും പറയുന്നു ഈ പറയുന്ന ജാസ്മിനെ എന്തിനാണ് വെറുതെ ഇങ്ങനെ പറയുന്നത്, അവരുടെ ഫ്രണ്ട് അല്ലേ എന്നുള്ളത്. ഫ്രണ്ട് അല്ലേ, അവർ ഫ്രണ്ട്ഷിപ്പ് അല്ലേ അവരൊക്കെ കാണിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആ ഫ്രണ്ട്സുകൾ തമ്മിൽ ഇപ്പൊ കുറച്ചു മുമ്പേ നടന്ന ഒരു കോൺവെർസേഷൻ ആണ്. ഇതിന്റെ ക്ലിപ്പിംഗ് വെക്കാൻ പറ്റുമെന്നറിയില്ല, പറ്റുമെങ്കിൽ ഞാൻ വെച്ചേക്കാം. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. കാണിക്കണേ കാണണോ? പറയിക്കോ. അങ്ങനെ ചെയ്യരുത്. കാണണോന്ന് ചോദിച്ചിട്ട് പിന്നെ അത് മാറ്റി പറയണത് ചെറ്റത്തരം. കാണണോന്ന് ചോദിച്ചപ്പോ ഉടനെ ആന്ന്. പിന്നെന്താ നീ ഉദ്ദേശിച്ചത്? എന്തായിരുന്നു ഞാൻ പറയണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മോതിരം കാണണോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ എന്റെ അടുത്ത് വന്നിരിക്കില്ല. ഞാൻ ഇപ്പുറത്തിരിക്കുന്നല്ലേ, കണ്ണെന്താ കണ്ണുണ്ടൂടെ? ഇല്ലുമിനാണ്ടി. You're my best friend. Really? നമ്മൾ ക്യാമറ ഉണ്ടെന്നുള്ളത് പലപ്പോഴും മറക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ ഓർക്കാറില്ല പലപ്പോഴും. അങ്ങനെ അത്രയും കെയർ ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ടുപേരായിരിക്കും. പലരും ലൈക്ക് ക്യാമറ ഉണ്ടെന്നുള്ള അത്രയും കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ കുറെ മറക്കാറുണ്ട്. ഞാൻ ഈ എപ്പോഴെങ്കിലും ക്യാമറ നോക്കുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. പക്ഷെ അതല്ലാതെ ഞാൻ ക്യാമറ ഭയങ്കര, പക്ഷെ അങ്ങനെ വേണോന്നാണ്. എന്ത് ക്യാമറ നോക്കരുതെന്ന് അല്ല, ക്യാമറ ഉണ്ടെന്നുള്ളൊരു ബോധ്യം വേണം. അതായത് പിന്നെ നമ്മുടെ കാമുകൻ കിടക്കുന്നു, അല്ല സോറി, നമ്മുടെ കാമുകി കിടക്കുന്നു, കാമുകൻ തൊട്ടടുത്ത്, രണ്ടുപേരും അടുത്തടുത്ത ബെഡിൽ കിടക്കുന്നു. അപ്പോ കാമുകിക്ക് ഒരു കടി, മറ്റേ കടിയല്ല, ഒരു ചൊറിച്ചിൽ വന്നത്, ഇതിനകത്തോട്ട് കൈയിട്ട് ഇങ്ങനെ ചൊറിയുന്നു. ആ സമയത്ത് ഗബ്രി ചോദിക്കുന്നു, കാമപരവശനായി നടക്കുന്ന ഗബ്രി ചോദിക്കുന്നു, നീ എന്താ ഈ കാണിക്കുന്നത് എന്ന്. ശരി, ചൊറിഞ്ഞപ്പോ അവന് തോന്നിയായിരിക്കും നീ എന്താണ് ഈ കാണിക്കുന്നത് ചോദിച്ച ഉടനെ നമ്മുടെ പരിശുദ്ധയായ കാമുകി പറയുന്നുണ്ട്, എന്താ നിനക്ക് കാണണമോ എന്ന്. ഇവിടെയാണ് ചൊറിഞ്ഞത്. ഇവിടെ അവൻ ചോദിക്കുന്നത് നീ എന്താണ് ഈ കാണിക്കുന്നത്. ഉടനെ അവൾ ചോദിക്കുന്നു നിനക്ക് കാണണമോ എന്ന്, അതെ കാണിച്ചു തരണോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഉടനെ നമ്മുടെ കാമുകൻ പറഞ്ഞു, അതെ എനിക്ക് കാണണം, കാണിച്ചു താ. അപ്പൊ ഉടനെ ഇവള്, അയ്യോ നിനക്ക് ഇപ്പം കാണണോ, ഞാൻ കാണണമെന്ന് ചോദിച്ചുടനെ നിനക്ക് വേണോ എന്ന് പറയുന്നു. അപ്പോൾ നോക്കിക്കണം. അപ്പൊ ഇവൻ പറയുന്നു, ഞാൻ അപ്പൊ എന്ത് പറയണമായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ എന്താ എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞത്. ഉടനെ ജാസു പറയണു, ഞാൻ മറ്റതല്ല കാണിച്ചു തരാന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എന്റെ മുതിരം കാണിച്ചു തരാം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ജാസു പറയുന്നു. ഫ്രണ്ടാണേ, നമ്മള് ഫ്രണ്ടാണേ, പണ്ട് തിരിച്ചു പറയാൻ പോലെ നമ്മള് ഫ്രണ്ടാണേ. ഓക്കെ, നമ്മൾ ഫ്രണ്ട് തന്നെയാണ്. പക്ഷെ പലതും കാണിച്ചു കൊടുക്കുന്നുണ്ട്, പലതും കാണണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി എവിടെയൊക്കെ എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. എന്നിട്ട് ജാസു പറയുന്നുണ്ട്, പലപ്പോഴും നമ്മൾ ഈ ക്യാമറ മറന്നു പോകുന്നു, എനിക്ക് ക്യാമറ മറന്നു, പലപ്പോഴും ഞാൻ പല കടികളും കളിക്കുന്നുണ്ട്, മനസ്സിലായോ എന്ന്. സത്യമാണ്, ക്യാമറ എന്ന് പറഞ്ഞ സാധനം മറന്നുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ജാസു പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല, ഇതൊക്കെ ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ട്, ഇതൊക്കെ മറ്റുള്ളവർ കാണുന്നുണ്ട്, നമുക്ക് പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇത് കാണുന്നു എന്നുള്ള ബോധ്യം ആദ്യം ആർക്ക്, ജാസ്മിന് വേണം. അല്ലാതെ സ്വന്തം ഫ്രണ്ടിനോട് കാണണോ എന്ന് ചോദിക്കാനുള്ള അവസ്ഥയിലേക്ക് പോകരുത്. പോയാൽ നമ്മൾ പറയും, ഇവിടെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാനായിരിക്കും. ഇവിടെ റിവ്യൂ പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞിരിക്കും, മനസ്സിലായോ? പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കും. നമ്മളാരും ഫ്രണ്ടിനോട് ഈ നെഞ്ച് കാണണമെന്നൊന്നും ചോദിക്കാറില്ല. ഇനി അതല്ല എന്ന് പറയാൻ നമ്മളിത് കേട്ടോണ്ടിരിക്കുന്ന മന്ദബുദ്ധികളുമല്ല. അവൻ ചോദിച്ചത് അത് തന്നെയാണ്, നീ വേണോ കാണണോ എന്ന് ചോദിച്ചതും അത് തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. അതവിടെ വന്ന് പിന്നെ കണ്ട് അതിനെയും കാട്ടി നമ്മുടെ ഈ പറയുന്ന ഗബ്രിയുടെ കൊഞ്ചലാണ് മക്കളെ കണ്ടത്. കൊഞ്ചൽ ഗബ്രി കഥ എങ്ങനെയുണ്ട്? അയ്യേ ഈ +2 പ്രേമ പിള്ളേരുടെ തിരക്കല് എന്തൊറ്റന് ഇതാര് പറയുന്നയാ? നീയോ ഞാനോ? എന്തിന് എന്തൊറ്റന് അതൊന്നല്ല. വിളിക്കട്ടെ, എല്ലാരെയും വിളിക്കട്ടെ.
അയ്യോ എനിക്ക് ഉറക്കം എനിക്ക് എനിക്ക് പാട്ട് പാടിത്താ എന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. എനിക്ക് അങ്ങനെ ഉറക്കം അങ്ങനെ കൊഞ്ചി കുഴയുന്ന നമ്മുടെ ഗബ്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കളെ, കൊഞ്ചി കുഴ എനിക്ക് പാട്ട് പാടിത്താ എന്നാലേ എനിക്ക് ഉറക്കം വരവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയാണ് അവന്റെ വാക്കകത്തിട്ട് അടിച്ചു കൊടുക്കാനാ തോന്നിയത്. വാക്കകത്ത് ഈ ചെറുക്കന് ഈ നാറയ്ക്ക് ഒരു 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 നാണവും മാനവും ഉണ്ടാടാ നിനക്ക്. ഒരു നാണം വേണ്ടി നിനക്ക്, ഒരു 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 ചെറിയൊരു ഉളുപ്പ്. ഇതെന്താണ് ഈ കാണിക്കണത്? അവന് പാട്ട് പാടി കൊടുക്കണമെന്ന്. പാട്ട് പാടി കൊടുത്താലേ അവന് ഉണക്കാൻ വരുള്ളൂ. പിന്നെ നമ്മുടെ ജാനു അമ്മ എന്നുവെച്ചാൽ ഈ പറയുന്ന ഗബ്രി തന്നെ മോനാണ്. ഗബ്രി മോനെ ജാനു അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്. അമ്മ പാടിത്തരാം കേട്ടോ. ഇനിയിപ്പം ഈ പറയുന്ന ആദ്യം ഫ്രണ്ടായി ഇപ്പൊ അമ്മയും മോനും ആയോന്നിരിക്കട്ടെ. എന്നുവെച്ചാൽ മോൻ അങ്ങനെ തൊട്ടിലിൽ കിടന്ന് ഇള്ളവാവ കുണുവാവ ഇങ്ങനെ പറയാണ് എനിക്കൊരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. നമ്മുടെ പിന്നെ ജാനമ്മ എന്ത് ചെയ്യുന്നുണ്ട്, മക്കൾക്ക് പാട്ട് പാടി കൊടുക്കുന്നു, ഉമ്മ വെച്ച് കൊടുക്കുന്നു. അതിന്റെ ഇടയിൽ കൂടി ആ റസ്മിൻ ബായി വന്ന് കിടക്കണുണ്ട്. നല്ലൊരു പെണ്ണായിരുന്നു അവർ രണ്ടിന്റെ ഇടയിൽ. അവൾക്ക് എന്തിന്റെ കടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത് ഇനി അവളെ പേരിലോട്ട് വരും. മനസ്സിലായോ? ഊരും കൊണ്ട് പോയാ കൊള്ളാം. മനസ്സിലായോ? അപ്പൊ ജാസ്മിന്റെ കേസ് അമ്മയാണ് അവന്റെ പറയാതിരിക്കുക. എന്നിട്ട് അവൻ പറഞ്ഞ എന്റെ കാമുകി എന്നിട്ട് അവൻ കാമുകിയെ പറ്റി പറയണ്ട അതിനകത്ത് കേട്ടോ. എന്റെ കാമുകി അതായത് അവളെ ഓസ്ട്രേലിയയിലുള്ള കാമുകി വളരെ ക്യൂട്ടാണ്, വളരെ പാവമാണ്. ഞാൻ പറഞ്ഞാലൊന്നും തിരിച്ചു പറയത്തില്ല. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതിന്റെയൊക്കെ പോസിറ്റീവ് അവളിലുണ്ട്. നമ്മൾ രണ്ടിനും ചേർത്ത് എനിക്ക് വേണ്ടി അവളെ ഉണ്ടാക്കിയതാണ്. നമ്മൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ എന്തോന്നു അത് പൂർണ്ണമാവും എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന അവന്റെ പിന്നീട് ഈ പറയുന്ന ഫിയാൻസി അവൻ അങ്ങനെ പോയിട്ട് പറയുന്നുണ്ട്. അവളുടെ കണ്ണുകൾ കാണാൻ ഭയങ്കര മനോഹരമാണ്. അപ്പോഴേ ആർക്ക് പൊസസീവിന് അടിച്ചു? ഈ പറയുന്ന നമ്മുടെ ജാനമ്മയ്ക്ക് പൊസസീവ് വന്നു. ഉടനെ ജാനം പറഞ്ഞു, ഓ അവളെ കണ്ണാണോ എന്റെ കണ്ണാണോ ബ്യൂട്ടിഫുൾ? ഉടനെ വിട്ടുകൊടുക്കോ? നമ്മുടെ കാമുകൻ പറഞ്ഞു, അവളെ കണ്ണ് എന്തിനാ, അവളെ നീയാണ് സുന്ദരി, നിന്റെ കണ്ണാണ് സുന്ദരമായ കണ്ണ് എന്ന് ആരടുത്ത് പറയുന്നുണ്ട്? നമ്മുടെ പിന്നീട് ജാസ്മിൻ അടുത്ത് പറഞ്ഞു. ജാസ്മിൻ അത് കേട്ട് പുളകിതയാകുന്നുണ്ട്. ഓ ഞാൻ അങ്ങ് പൊങ്ങി, ഞാൻ അങ്ങ് കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട്. എനിക്ക് ഈ ഗപ്രി തെണ്ടി നാണമില്ലാത്ത നാറിയെടുത്ത് പറയാനുള്ളത് ഇതൊക്കെ പറഞ്ഞു പോകും. കാരണം ഈ സംഭവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഞാൻ ഒരു പച്ചയായിട്ടൊരു മനുഷ്യനാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു കൊണ്ടൊന്നും എനിക്ക് പറയാറില്ല. എനിക്ക് വായി തോന്നുന്നത് ഞാൻ പറയും. എനിക്ക് ഈ നാരത്തനം കാണിച്ചാൽ നാറിയെന്ന് വിളിക്കാനേ എനിക്കറിയാത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നാറിയെന്ന് എന്നെ വിളിക്കും. മനസ്സിലായോ? എന്നിട്ട് അവൻ പറയും ഇത്രയും പാവപ്പെട്ട ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ പോയത് ഇത്രയും പാവപ്പെട്ട ഒരു പെൺകുട്ടിയെന്ന് അവൻ തന്നെ പറയുന്നു. ഭയങ്കര സൗന്ദര്യമുള്ള പെൺകുട്ടി, അവൻ പറയുന്നത് അനുസരിക്കുന്ന പെൺകുട്ടി, ഇവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടി. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവൻ ഈ തെണ്ടി തന്നെ ഇവിടെ കന്ന് കാണിക്കണം. അവരുടെ നെഞ്ച് കാണണമെന്നും അവരുടെ അടുത്ത് ഇഷ്ടമാണെന്നും ഐ ലവ് യു എന്ന് പറയാനൊക്കെ ഇവന് ഉളുപ്പുണ്ടാടാ. നിനക്ക് ഉളുപ്പുണ്ടാ? നിനക്കിണ്ടാ? ഇതുപോലെ ഒരു കാമ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇത്രയും സീസണില് ഇതുപോലെ നടന്ന് മനസ്സിലായോ? അവൻ എന്തിനു ചെയ്യണം? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഗബ്രി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് തീർന്നിരിക്കുകയാണ്. അവനിപ്പോ ആരെ നോക്കിയാലും അവന് കുരുപൊട്ടും. ഇത് ഇത്രയും നടക്കാനുള്ള കാരണം ഈ പറയുന്ന നമുക്ക് മനസ്സിലാവുന്നത് ഈ ഫാഷൻ പരേഡുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഇവിടെ ഇത്രയും പൊസസീവ്നെസ് ആർക്ക് വരാൻ കാരണം? ഈ പറയുന്ന ഗബ്രിക്ക് വരാൻ കാരണം. അതായത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കൃത്യമായിട്ട് മുമ്പ് എന്തൊക്കെ കണ്ടുകൊണ്ടാണ് ഇവനിങ്ങനെ ഒരു കുരു പൊട്ടും എന്നറിഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് എന്ത് ചെയ്തത്, ഇവരെ ജോഡികളായിട്ട് എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര്? ഈ പറയുന്ന അർജുനെയും ഈ പിന്നീട് നമ്മുടെ ജാനമ്മയെയും പിന്നെ ജാസ്മിനെയും എന്ത് ചെയ്തു, ഫാഷൻ പരേഡിലെ പേരുകളായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇവർ റിഹേഴ്സൽ നടക്കുന്നു. അവിടെ ഇവിടെ ഈ പിന്നെ ജാസ്മിൻ അറിയാലോ കുറച്ച് ഇന്റിമസി കൂടുതലാണ്. അപ്പൊ അങ്ങനെ തുടയും വലിക്കുകയൊക്കെ ചെയ്തപ്പോൾ യവന് അതങ്ങോട്ട് കയറി കൊള്ളുന്നു. യവന് ചെറിയ പല രീതിയിൽ പൊസസീവ്നെസ് അടിക്കുന്നു. മനസ്സിലായോ? അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? അതായത് അതുമല്ല ഈ ഇവരുടെ ഉടക്ക് നടക്കുമ്പോൾ ഇവർ ബാത്റൂമിന്റെ അവിടെ ഇരിക്കുമ്പോൾ ഈ അർജുൻ വന്ന് അവളെ തലയെ തടവിയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ അവന് കയറി കൊള്ളുന്നു. അതാണ് ഇവന്റെ മനസ്സിൽ ഇവൻ പറയുന്നത്. എന്താണ്, നിനക്ക് അതൊക്കെ സില്ലി ആയിട്ട് തോന്നും എന്നൊക്കെ ഇവൻ പറയുന്നത്. അതുമല്ല ഇവളെ എന്തെന്ന് ചോദിച്ചിട്ട് ഇവളെ കയ്യിൽ എഴുതി കാണിക്കുന്നതും അർജുൻ എന്നുള്ള പേരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ അർജുൻ എന്ന് മാത്രമല്ല, ഇപ്പോ ഈ പറയുന്ന നമ്മുടെ പിന്നീട് ജാസ്മിൻ ആരോട് സംസാരിച്ചാലും, ആണെന്ന വർഗത്തിനോട് സംസാരിച്ചാലും ഇവന് പൊട്ടും. അതിപ്പം ജിൻഡോരോട് കൂടി ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ പോലും ഇവന് പൊട്ടും. അത്രയും രീതിയിൽ ഇവൻ തകർന്നു കഴിഞ്ഞു.
പൂർണ്ണമായിട്ടും ജാസ്മിന്റെ അടിമയായി തീർന്നു കഴിഞ്ഞു. മനസ്സിലായല്ലോ? നമ്മളെ ഇതിൽ പറയുന്നത് അവരുടെ പാവാട ചരട് പോലെ ആയി കഴിഞ്ഞു. ആ ലെവലിലേക്ക് തരം താഴ്ന്ന് നാണം കെട്ട ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി ഈ പറയുന്ന ഗബ്രി. ഷെയിം ഓൺ യു ഗൈ, ഷെയിം ഓൺ യു. അമ്മാതിരിയാണ് നീ നിന്റെ കെട്ടാൻ പോകുന്ന ആ പെണ്ണിനെ, ആ പെൺകുട്ടി ഇരുന്ന് കാണുന്നതായിരിക്കില്ലേ, അവളെ ഇത്ര പുകത്ത് കഴിയുമ്പോൾ അതിന്റെ കൂടെ അടുത്തിരിക്കുന്ന കാമുകിയെയും കൂടി അങ്ങ് അവളെക്കാട്ടി കൊള്ളാൻ നിന്റെ കണ്ണെന്ന് പറയുന്ന നിന്റെ മനസ്സിൽ നീയൊക്കെ ഇതൊക്കെ എവിടെ കൊണ്ട് അനുഭവിക്കുന്ന അറിയത്തില്ല. എവിടെ കൊണ്ട് ഇത് അനുഭവിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ. രണ്ടുപേരും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ തെണ്ടിത്തനങ്ങൾ ചെയ്ത് അനുഭവിച്ചിട്ടേ പോകുള്ളൂ. പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കും. ചെറ്റത്തരം കാണിച്ചിരുന്ന ചെറ്റ എന്ന് നമ്മൾ വിളിക്കും. നീ ഇപ്പൊ തെണ്ടിത്തരമാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ അലവലാതി തരം എന്ത് പറയാ, നാണവും മാനവും ഇല്ലാതെ ഓരോരുത്തരെ വളർത്തി ഇട്ടിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.